മക്കളെ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. അപ്പൊ നമ്മുടെ സിഎം കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം അല്ലെ, LSS എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈമാണിത്. കാരണം നമുക്കറിയാം ഫെബ്രുവരിയിൽ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ അല്ലെ, ഒരു മാസത്തിനടുത്ത് ദിവസങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ എന്റെ മക്കളൊക്കെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഒരു എക്സാം നമുക്കറിയാം സിഎം കിഡ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പേര് മാറ്റിയതോടൊപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ക്വസ്റ്റ്യൻസിലും വന്നിട്ടുണ്ട്. MCQs ആയിട്ടും ഒറ്റവാക്കിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടും വിവരണാത്മക ചോദ്യങ്ങളായിട്ടും ഒക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് അല്ലെ, പ്രസ്താവനകൾ തന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് അവിടെ എത്താനായിട്ട് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നേടിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് നിങ്ങളുടെ പോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള പ്രസ്താവന നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഒരിക്കലും നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം. ഇവിടെ നോക്കിയാൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ബേർഡ്സ് ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. വിത്ത് വിതരണത്തിന് പക്ഷികൾ സഹായിക്കുന്നു. പെലിക്കൻ ക്യാൻ സക്ക് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് യൂസിങ് ബീക്സ് അല്ലെ. വർണ്ണക്കൊക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കൊക്ക് ഉപയോഗിച്ച് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ പറ്റും. The webbed feet of ducks help them to swim in water. താറാവിന്റെ ചർമ്മബന്ധിതമായിട്ടുള്ള കാല് അവയെ നീന്താൻ സഹായിക്കുന്നു. നാഗമോഹൻ ഈസ് എ മൈഗ്രേറ്ററി ബേർഡ് അല്ലെ. നാഗമോഹൻ ഒരു ദേശാടന പക്ഷിയാണ്. അപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്നതില് ആദ്യത്തെ പ്രസ്താവന, അതായത് സീഡ് ഡിസ്പേഴ്സൽ, വിത്ത് വിതരണത്തിന് പക്ഷികളെ സഹായിക്കുന്നുണ്ട് അല്ലെ. സഹായിക്കുന്നുണ്ട് കാരണം എന്താണ്? നമുക്കറിയാം അവര് ഭക്ഷണം കഴിക്കുന്ന, അപ്പൊ അവർ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിന് വിത്ത് പല ഇടങ്ങളിലായിട്ട് അവർ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള താറാവിന്റെ കാലിന്റെ കാര്യം അല്ലെ, അതും ശരിയാണ്. വെബ്ഡ് ഫീറ്റ് അല്ലെങ്കിൽ ചർമ്മബന്ധിതമായിട്ടുള്ള കാലാണ്, അതിനെ നീന്താൻ സഹായിക്കുന്നുണ്ട്. നാഗമോഹൻ എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്ററി ബേർഡ് ആണ്, ദേശാടന പക്ഷി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. എക്സാമ്പിൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചത്. റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബി എന്ന് പറയുന്ന അല്ലെ, പെലിക്കൻ ക്യാൻ സക്ക് നെക്ടർ ഫ്രം ഫ്ലവർ യൂസിങ് എന്താണ് ബീക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്? ഇത് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബേർഡ് ആണ്. അപ്പൊ അതിന് ഫിഷിനെയൊക്കെയാണ്, അതിന്റെ ഫുഡ് എന്ന് പറയുന്നത് ഫിഷ് ഒക്കെയാണ് അല്ലെ. അല്ലാതെ എന്തല്ല, പൂക്കളിൽ നിന്ന് തേൻ നുകരാനല്ല അതിന്റെ ബീക്സ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതാണ് ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ അത് എന്ത് ചെയ്തു, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തതാ നിങ്ങളോട് ഉത്തരം എഴുതാൻ പറയുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് ഒന്നുമില്ല. ഏറ്റവും വേഗത്തിൽ താഴേക്ക് കൂപ്പ് കുത്തുന്ന പക്ഷി. ശ്രദ്ധിക്കണേ. ദ ബേർഡ് ദാറ്റ് ക്യാൻ അല്ലെ പ്ലഞ്ച് ഡൗൺ ക്വിക്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും എന്താണ് വേഗത്തില് താഴേക്ക് കൂപ്പ് കുത്തുന്ന പക്ഷി ഏതാണ്? അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? പെരിഗ്രൻ ഫാൽക്കൺ അല്ലെ. പെരിഗ്രൻ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയാണ് എന്ത് ചെയ്യുന്നത്, അത്രയും സ്പീഡിൽ താഴേക്ക് കൂപ്പ് കുത്തുന്ന പക്ഷി എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു വെച്ചു അല്ലെ, നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കണേ. ഓരോരോ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ ബേർഡ് വിത്ത് ഫോളോയിങ് പെക്യുലാരിറ്റീസ്. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള പക്ഷി ഏത് എന്നാണ് ചോദിച്ചത്. സ്യൂട്ടബിൾ ബീക്സ് ഫോർ സക്കിംഗ് നെക്ടർ ഫ്രം ഫ്ലവർ. പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള കൊക്കുണ്ട്. ഹാങ് ഇൻ വൺ പ്ലേസ് വൈൽ ബീറ്റിംഗ് ദർ വിങ്സ്. വെരി ഇമ്പോർട്ടന്റ് അല്ലെ. എന്താണ്? വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. വായുവിൽ ഇങ്ങനെ ചിറകടിച്ച് പറന്നു നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത് ആരാണ്? ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഹമ്മിങ് ബേർഡ് ആണ് അല്ലെ, തേൻകുരുവിയാണ്. തേൻകുരുവി ചിത്രം അല്ലെ, നോക്കിയേ നിങ്ങൾ ചിത്രം നോക്കിയതാ. ഇതേപോലെ അതിനിങ്ങനെ എന്താണ്, ചിറകടിച്ചുകൊണ്ട് വായുവിൽ ഇങ്ങനെ നിൽക്കാനുള്ള അല്ലെ, ഹാങ് ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. സോ നമ്മുടെ ഹമ്മിങ് ബേർഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷികളുടെ ഈ പറയുന്ന പ്രത്യേകതകൾ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. ദ ബേർഡ് ദാറ്റ് ഈസ് കാപ്പബിൾ ഓഫ് സ്പ്രെഡിങ് ദ വിങ്സ് വൈഡ് അപ്പാർട്ട് അല്ലെ. ഏറ്റവും ചിറകു വിരിവുള്ള പക്ഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? അതും ഈ പറഞ്ഞ പോലെ വൺ വേർഡ് ആണ്, ഓപ്ഷൻസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. വാൻഡറിങ്
ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. വാൻഡറിങ് ആൽബട്രോസ് ആണ് ഏറ്റവും ചിറക് വിരിവുള്ള പക്ഷി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഒറ്റ വാക്കിൽ തന്നെ ചോദിക്കാറുണ്ട്. ആൻഡ് അടുത്തത് നോക്കിയേ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ ബേർഡ്. അല്ലെ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് പക്ഷി ഏതെന്ന് എഴുതുക. ഏതാണ്? ഇറ്റ് ഈസ് എ ഫ്ലൈലെസ് ബേർഡ്. പറക്കാത്ത പക്ഷികളാണ്. പറക്കാത്ത പക്ഷി കൂട്ടങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതോ ഒരാളാണ്. അപ്പൊ അടുത്തത് നോക്കുക, ഇറ്റ് ലേസ് എഗ്സ് ഇൻ ബറോസ്. അല്ലെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? മാള ഉണ്ടാക്കിയിട്ട്, മണ്ണിൽ മാള ഉണ്ടാക്കിയിട്ട് അതിലാണ് അത് മുട്ടയിടുന്നത്. ആൻഡ് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇറ്റ് ഹാസ് ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ. ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇറ്റ് ഹൈഡ്സ് ഇറ്റ്സ് ഹെഡ് വെൻ എനിമീസ് അറ്റാക്ക്. ആക്രമിക്കപ്പെടുമ്പോൾ തല എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണില് ഒളിച്ചു വെക്കുന്നുണ്ട്. ഉത്തരം ഏതാണ്? നമ്മുടെ യെസ്, ഒട്ടക പക്ഷിയാണ് അല്ലെ. ഏറ്റവും വലിയ പക്ഷിയായിട്ടുള്ള, ഏറ്റവും ആയുസ്സുള്ള, അല്ലെങ്കിൽ എന്താണ്, ഏറ്റവും വലിയ മുട്ടയിടുന്ന, വലിയ കണ്ണുകളുള്ള നമ്മുടെ പക്ഷി ഒട്ടക പക്ഷിയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത്. അല്ലാതെ ഒന്നോ രണ്ടോ പ്രസ്താവന കിട്ടിയിട്ട് ആൻസറിലേക്ക് നമ്മൾ പോവരുത്. ഓക്കെ, അപ്പൊ ഒട്ടക പക്ഷിയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് ഇതാ നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രീ ബാച്ച് ആയിട്ടുള്ള ജ്വാല ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. മാക്സിമം എല്ലാവരും എന്ന് മിസ് പറയും, അതായത് ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി പഠിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ജ്വാല ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം ഫ്രീ ആയിട്ടുള്ള ബാച്ചാണ്, 1 രൂപ പോലും അതിന് ആവശ്യമില്ല. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്കറിയാം, ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, റിവിഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ റിവിഷൻ ബാച്ചും നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. പ്രാണ എൻ ഗെയിം 2.0 പുതിയ ബാച്ചാണ്. അപ്പൊ ഈ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഓഫർ ഒക്കെ ഉണ്ട്. 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കൂപ്പൺ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാച്ച് ഇപ്പൊ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് റിവിഷൻ ബാച്ചാണ്. അതായത് ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ കൂടെ തന്നെ ആദ്യം മുതലുള്ള റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്കറിയാം, നമ്മുടെ ഈ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് തന്നെ നമുക്ക് ആനുവൽ എക്സാമിൽ ജനുവരി 31 വരെയുള്ള ചാപ്റ്റേഴ്സ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാച്ച് നിങ്ങളെ സഹായിക്കും. ചെറിയൊരു തുകയാണ്. അപ്പൊ പറ്റാവുന്ന ആളുകൾ എല്ലാവരും നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പ്രാണ എൻ ഗെയിം 2.0 ബാച്ചാണ്. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും ഇരിക്കാടാ. നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. കുറെ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതൊക്കെയായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.